Hi all super moms and dads. Welcome back to Shilpa the Newborners YouTube channel. ഞാൻ ശില്പയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 4 to 5 months ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അവരെന്തൊക്കെ മൈൽ സ്റ്റോൺസ് ആണ് ഈ സമയത്ത് അറ്റൈൻ ചെയ്യുന്നത്. ഞങ്ങളുടെ മോൾക്ക് 5 months ആയി കേട്ടോ. മോളുടെ പേര് മരിയ എന്നാണ്. അപ്പോൾ മരിയ ബേബിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ സമയത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഈ സമയത്ത് കുഞ്ഞുങ്ങളുടെ സ്ലീപ്പ് റൊട്ടീൻ എങ്ങനെയാണ്, ഫീഡിങ് എങ്ങനെയാണ്, ഇതൊക്കെ ചലഞ്ചസ് ആണ് ഞാൻ ഫേസ് ചെയ്തത്. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫിസിക്കൽ മൈൽ സ്റ്റോൺസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫിസിക്കൽ മൈൽ സ്റ്റോൺസിൽ 5 months ആകുമ്പോഴത്തേനും കുഞ്ഞുങ്ങളൊക്കെ കമന്നിട്ടുണ്ടാവും. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മരി ബേബി ഇവിടെ 4.5 months ഒക്കെ ആയപ്പോഴത്തേനും കമന്നു കേട്ടോ. പിന്നെ അടുത്തതായിട്ട് അവർ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾക്ക് സപ്പോർട്ടോടു കൂടി ഇരിക്കാൻ സാധിക്കും. നമ്മളിപ്പം സോഫയിലൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കുഞ്ഞിനെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ നടുവൊക്കെ നിവർത്തി കുറച്ച് സമയത്തേക്ക് ഇരിക്കാനൊക്കെ സാധിക്കും. പിന്നെ ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങളുടെ കൈയും കണ്ടും തമ്മിലുള്ള കോർഡിനേഷനൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് അവർക്ക് ഓരോ ഒബ്ജക്റ്റൊക്കെ ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യാനും ചില കുഞ്ഞുങ്ങൾക്ക് അത് ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. ടമ്മി ടൈം കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളൊരു മിനി പുഷപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ കൈയൊക്കെ അമർത്തി ഇങ്ങനെ കുത്തി നിൽക്കാനൊക്കെ ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഹെഡ് കൺട്രോളൊക്കെ ആയിട്ടുണ്ടാകും. ഓൾമോസ്റ്റ് നല്ലൊരു ഹെഡ് കൺട്രോളൊക്കെ ആയിട്ടുണ്ടാവും ഈ സമയത്തേക്ക്. മൂവിങ് ഒബ്ജക്റ്റിനെയൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യാനൊക്കെ ഈ ഒരു ഏജ് ആകുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾക്ക് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഏജ് ആകുമ്പോഴത്തേനും ലൈറ്റൊക്കെ വരുന്നതും ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റുള്ള ടോയ്സ്, മൂവിങ് ആയിട്ടുള്ള ടോയ്സ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പം ചില കുഞ്ഞുങ്ങൾക്കൊക്കെ പല്ല് വരുന്നത്, ടീത്തിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർക്കായിട്ട് ടീത്തർ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതിങ്ങനെ ഫ്രീസർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ടൊക്കെ അവരവിടെ കടിക്കുകയാണെങ്കിൽ അത് അവരുടെ ആ പെയിൻ ഒക്കെ മാറ്റും കേട്ടോ. പക്ഷേ ചില കുഞ്ഞുങ്ങൾക്ക് ടീത്ത് വരുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും. എൻ്റെ മൂത്ത മോൾക്ക് ലേറ്റായിട്ട് ഓൾമോസ്റ്റ് 1 year 2 months ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. ഇനി നമുക്ക് സോഷ്യൽ ആൻഡ് ഇമോഷണൽ മൈൽ സ്റ്റോൺസ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴത്തേനും അവർ ഭയങ്കരമായിട്ട് എല്ലായിട്ടും പൊട്ടിച്ചിരിക്കാനൊക്കെ തുടങ്ങും കേട്ടോ. നമ്മളോട് കൂടുതലൊന്ന് അറ്റാച്ച്ഡ് ആവാനും നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ അവർ കൂടുതലൊരു അഫെക്ഷനും ഉമ്മ വെക്കുന്ന പോലെയൊക്കെ വന്നിട്ട് ജസ്റ്റ് നമ്മളൊരു കൂടുതലൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ നമ്മളോട് അവർക്ക് കാണിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഈ ഒരു സമയമാകുമ്പോഴത്തേനും അവർക്ക് ബാക്കിയുള്ള വീട്ടിൻ്റെ പുറത്തുള്ള ആളുകളെ കാണുമ്പം ഒരു സ്ട്രേഞ്ചേഴ്സ് ആങ്സൈറ്റി എന്ന് പറയും. അതായത് പുറത്തുള്ളവരെ കാണുമ്പോൾ ഒരു പേടിച്ച് മുഖമൊക്കെ കാണിച്ച് തുടങ്ങും. ഞാൻ മരിയ ബേബിനെയും കൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പം ഞാൻ അവളെ അവിടെ ബെഡിൽ കിടത്തിയിട്ട് എൻ്റെ ഫ്രണ്ടിനോട് നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിലെങ്ങാണ്ടോ പോയി വന്നപ്പോഴത്തേനും മരുവിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര പേടിച്ചിട്ട് കരയുന്നില്ല എന്നാൽ ഭയങ്കര പേടിച്ച് ഇങ്ങനെ ഒരു മുഖമൊക്കെ കാണിച്ചു. അന്നേരത്തേനും എൻ്റെ ഫ്രണ്ട് അവൾ ഇങ്ങനെ എന്നെ വിളിച്ചോടി കരയാൻ പോകാമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വന്നപ്പോഴത്തേനും ഓക്കെ ആയി. പിന്നെ പുതിയൊരു വീടൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മൊത്തം റൂമൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അവർക്കതൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കി വരുന്ന ഒരു സമയമാണ് കേട്ടോ അത്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കൈയിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന പോലെയൊക്കെ നോക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. അടുത്തത് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. ലാസ്റ്റ് മന്ത് പറഞ്ഞ പോലെ തന്നെ അവർ ബാബ്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓ ഈ എന്നൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങും. വവൽസിൽ AIOയിൽ കുറേ വേർഡ്സൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മളെയൊക്കെ നോക്കി ഇങ്ങനെ ഭയങ്കര ചിരിച്ച് ഈ വാക്കുകളൊക്കെ ഇതാക്കുന്നു. പിന്നെ അവർ സൗണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ മിമിക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിനനുസരിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ട് കേൾക്കാൻ പറ്റും. അടുത്ത് നമുക്ക് സ്ലീപ്പ് പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. 2 to 3 times ആയിരിക്കും കേട്ടോ ഡേ ടൈമിൽ ഉറങ്ങുന്നത്. പിന്നെ നൈറ്റിൽ അവർക്കൊരു ലോങ് സ്ലീപ്പൊക്കെ കിട്ടും. ടോട്ടലി ഇവരൊരു 14 to 16 hours ഉറങ്ങണം. നമുക്ക് ഫീഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഫീഡിങ് ഈ ഒരു 4 months ഒരുപാട് അമ്മമാർ എന്നോട് കംപ്ലയിൻറ്റ് ചെയ്തു, കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നില്ല, ഒരു ബ്രസ്റ്റിൽ നിന്ന് പാല് കുടിക്കുന്നില്ല, അല്ലെങ്കിൽ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവുക, അങ്ങനെയൊക്കെ. അത് ഇവിടെ മരിയ ബേബിക്കും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ചെറിയൊരു സൗണ്ട് പോലും ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പിന്നെ പാല് കുടിക്കുന്നില്ല. ഈ ഒരു ഏജിൽ ഇവർ കൂടുതൽ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റുമായിട്ട് കൂടുതൽ അങ്ങ് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. കൂടുതൽ കാണാൻ പറ്റുന്നു, കൂടുതൽ അറിവ് കിട്ടുന്നു. അപ്പോൾ അവർ ചെറിയൊരു സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അവർക്ക് അങ്ങ് ഡിസ്ട്രാക്ഷൻ ആയി പോകും. അതാണ് കൂടുതലായിട്ട് ഇവർ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഫീഡിങ് റിജക്ഷൻ പോലെ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നത് നോർമലാണ് കേട്ടോ. പക്ഷേ മെല്ലെ മാറ്റിയെടുക്കുക. എനിക്ക് മൂത്ത മോള് പ്രത്യേകിച്ച് അതും ഇതെന്നൊക്കെ പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് പില്ലും അങ്ങ് എടുത്തുകൊണ്ട് പോകും.
അത് കഴിയുമ്പോൾ പിന്നെ പാൽ കൊടുക്കാൻ ഈ മരി ബേബിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നെ അവൾ പാൽ കുടിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ കൂടുതലും കാം ആൻഡ് ക്വയറ്റുള്ള ഏരിയയിലിരുന്ന് പാൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത്തിരിയൂടെയൊക്കെ ഡാർക്കായിട്ടുള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് പാൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും ബ്രസ്റ്റ് ഫീഡിങ് നന്നായിട്ട് ചെയ്യാനും പറ്റും. ഈവൻ ബോട്ടിൽ ഫീഡ് ആണെങ്കിലും ഇങ്ങനെ തന്നെ കേട്ടോ. തീരെ കുടിക്കുന്നില്ല എന്നാണെങ്കിൽ പീഡിയാട്രിക് ഒരു ഡോക്ടറെ കാണിക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഡോക്ടറെ ഒന്ന് കാണേണ്ടത് എന്നൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യുക. കാരണം ഒരുപാട് അമ്മമാർ എന്നോട് ചോദിച്ചു. അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കുഞ്ഞുങ്ങൾ ചിരിക്കുന്നില്ല, കമലാൻ വേണ്ടി ശ്രമിക്കുന്നേ ഇല്ല, പിന്നെ കുഞ്ഞുങ്ങളുടെ കൈയും കാലും ഒക്കെ ഇങ്ങനെ ഫ്ലോപ്പി ആയിട്ട് കിടക്കും, അല്ല സ്റ്റിഫായിട്ടിരിക്കുവാണ്, പിന്നെ മൂവിങ് ഒബ്ജക്റ്റിനെ ഒന്നും നോക്കുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു പീഡിയാട്രിക് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ലൗഡ് നോയ്സ് ആയിട്ടൊന്നും റിയാക്ട് ചെയ്യുന്നില്ല, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ നോക്കുന്നില്ല, ഐ കോണ്ടാക്റ്റ് ഇല്ല എന്നൊക്കെയാണെങ്കിലും ഡോക്ടറെ കാണിക്കണം കേട്ടോ. അടുത്ത് നമുക്ക് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവരുമായിട്ട് നടക്കാനൊക്കെ പുറത്ത് പോകണം. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ് എങ്കിൽ, വലിയ പൊല്യൂട്ടഡ് ഒന്നും അല്ലാത്ത സ്ഥലമാണ്, സിറ്റി ഒന്നും അല്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ അവരെയും കൊണ്ടൊന്ന് പുറത്ത് പോകും, വാക്കിങ്ങിന് പോകും. അവർ ഈ കൂടുതൽ പുറമൊക്കെ ഒന്ന് ആസ്വദിക്കാനും കൂടുതൽ കാര്യങ്ങളൊക്കെ കാണാനും ഈ മൂവിങ് ഒബ്ജക്റ്റൊക്കെ നോക്കി നിൽക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് ഈ വണ്ടികളൊക്കെ പോകുന്നതൊക്കെ, പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ ആടുന്നതും ഇളകുന്നതൊക്കെ കാണാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അതുകൊണ്ട് വാക്കിങ്ങിനൊന്ന് പുറത്ത് പോവാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവരോട് നന്നായിട്ട് സംസാരിക്കണം, നല്ല ഐ കോണ്ടാക്റ്റ് വെച്ചിട്ട് സംസാരിക്കണം, പാട്ട് പാടി കൊടുക്കണം, കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം, അവരുടെ സൗണ്ടുമായിട്ടൊന്ന് മിമിക്ക് ചെയ്യണം. അടുത്തതായിട്ട് ടമ്മി ടൈം ചെയ്യണം കേട്ടോ, കണ്ടിന്യൂ ചെയ്യണം ടമ്മി ടൈം. ഇത്ര സമയം അവർ വലിയ ബുദ്ധിമുട്ടില്ലാതെ കമന്ന് കിടക്കുന്നത് നല്ലതാണ് കേട്ടോ. അവരുടെ ഫുൾ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യാനും ഇനി അടുത്ത മൈൽ സ്റ്റോൺസ്, അതായത് ഇരിക്കാനുള്ള മൈൽ സ്റ്റോൺസ് ഒക്കെ പെട്ടെന്ന് അറ്റൈൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് മിററൊക്കെ വെച്ചിട്ട്, മിറർ പ്ലേ എന്നൊക്കെ പറയാം. അതായത് ഈ ടോയ്സിൽ തന്നെ മിററൊക്കെയുള്ള ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ കമന്ന് കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ ഫ്രണ്ടിൽ ആ മിററൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം അവരുടെ തന്നെ ഫേസൊക്കെ കാണാൻ. ഞാൻ മിററിൽ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കും. മരുഭി ഭയങ്കരമായിട്ട് ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് സെൻസറി ഒബ്ജക്റ്റ്, അതായത് ഈ ബുക്കുകളൊക്കെ ഇല്ലേ, ഈ ക്ലോത്തിൻ്റെയൊക്കെ ബുക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിൽ നിന്ന് വരുന്ന ചില സൗണ്ടുകളൊക്കെ അവർ കൂടുതൽ ശ്രദ്ധിക്കാനും അവർക്കതിലൊന്ന് ടച്ച് ചെയ്ത് പിടിച്ചിട്ട് ഓരോ വസ്തുക്കളും എങ്ങനെയാണെന്ന് സെൻസ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കും. കാരണം അങ്ങനെയുള്ള ബുക്കുകളൊക്കെ മേടിച്ച് കൊടുക്കുകയും ടമ്മി ടൈം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമന്ന് കിടക്കുമ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഹൈ കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ള ഇമേജസ്, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസും പിന്നെ റെഡും ബ്ലൂ ആയിട്ടുള്ള ഇമേജസൊക്കെ കാണിക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഈ ഒരു സമയത്തുണ്ടല്ലോ അവരുടെ ആ കോൺസെൻട്രേഷൻ്റെ പവർ ഭയങ്കര കുറവാട്ടോ. ഏകദേശം ഒരു 5 to 10 minutes ഒക്കെ ഉള്ളൂ. അപ്പോൾ അത്രയും സമയം നീണ്ടു നിൽക്കുന്ന സെഷൻസൊക്കെ കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അവരെ നമുക്ക് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് കേട്ടോ. സോഫയിലൊക്കെ ഇരുത്തുന്നത് നല്ലതാണ്. അവർക്ക് കൂടുതൽ ആ ബാക്കിലെ മസിൽ സ്ട്രെങ്തൻ ആവാനും പെട്ടെന്ന് ഇരിക്കാനൊക്കെ അവർക്ക് സാധിക്കും. അടുത്തത് ഈ സമയത്ത് ഞാൻ എന്തൊക്കെ ചലഞ്ചസാണ് ഫേസ് ചെയ്തതെന്ന്. വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഈ ഒരു സമയം കഴിഞ്ഞ മാസങ്ങളെക്കാളിലൊക്കെ ഒരുപാട് ബെറ്റർ ആയിരുന്നു. ക്രേഡിൽ ക്യാപ്പ് ഇപ്പോഴും ചെറുതായിട്ടുണ്ട്, ചെറിയ പൊറ്റൻ പോലെ തലയിൽ വരുന്ന ചെറുതായിട്ടുണ്ട്, പക്ഷേ അതങ്ങ് കുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഇത്തിരി കോക്കനട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പം അത് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഫീലിങ്സ് എങ്ങനെയാണ്, അമ്മ എന്ന രീതിയിൽ നമ്മുടെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ ഫീലിങ്സ് പറയാം. ഞാൻ ഇത്തിരി നല്ല ബിസിയാണ് ഈ സമയത്ത്, പക്ഷേ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ ഈ ഉറക്കവും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ടാവും. നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെയാണെന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.